Hello friends, cooperative educator പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബാങ്കിങ്ങിലെ ഒരു ടേം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. Escrow. എന്താണ് escrow? What is escrow? ഒരു എക്സാമ്പിളിലൂടെ ഞാൻ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. നമ്മൾ ഇതുവരെയും ഈ escrow എന്താണെന്ന് കാണാതെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റിപ്പോവാനും മാറിപ്പോവാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ തീർച്ചയായും ഒരിക്കലും മറന്നുപോയില്ല. അതിനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളിലൂടെയാണ് ഞാനിത് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എസ്ക്രോ എന്താണെന്ന് നമുക്കൊരു സിമ്പിൾ എക്സാമ്പിളിലൂടെ നോക്കാം. ഇവിടെ ബയർ എ ആണ്, സെല്ലർ ബി ആണ്. ബയറും സെല്ലറും തമ്മിൽ ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുകയാണ്. ഇനി ബയറിന് ഗുഡ്സ് കിട്ടിയില്ലെങ്കിലോ സെല്ലറിന് ഗുഡ്സ് കൊടുത്തിട്ട് ക്യാഷ് കിട്ടിയില്ലെങ്കിലോ രണ്ടുപേർക്ക് റിസ്ക് ആണ്. അപ്പൊ അങ്ങനത്തെ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവര് ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു എസ്ക്രോ ഏജന്റ് ആവാം അല്ലെങ്കിൽ ഒരു ബാങ്ക് ആവാം, ഇതിനെ സമീപിക്കുന്നു. ആ ബാങ്ക് അല്ലെങ്കിൽ എസ്ക്രോ ഏജന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് ആണ് ഓപ്പൺ ആൻ എസ്ക്രോ അക്കൗണ്ട് ഫോർ ദീസ് ടു പേഴ്സൺസ്, ബയർ ആൻഡ് സെല്ലർ. ഈ ബാങ്ക് അല്ലെങ്കിൽ എസ്ക്രോ ഏജന്റ് ഈ സെല്ലറിനും ബയറിനും വേണ്ടിയിട്ട് ഒരു എസ്ക്രോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാണ് ചെയ്യുന്നത്. ഇതിൽ 3 സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, ബയർ ഈ ഗുഡ്സ് കിട്ടുന്നതിന് മുന്നേ തന്നെ കുറച്ച് എമൗണ്ട് എസ്ക്രോ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എത്രയാണോ കൊടുക്കാനുള്ള എമൗണ്ട് അത് എസ്ക്രോ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിടുന്നു. പക്ഷെ ഗുഡ്സ് കിട്ടിയിട്ടില്ല. സെക്കൻഡ് എന്താ ചെയ്യുന്നത്, സെല്ലർ ഈ ഗുഡ്സ് എത്രയാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ട ഗുഡ്സ് അത് എക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത് ട്രാൻസ്ഫർ ചെയ്തു എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ബാങ്ക് അല്ലെങ്കിൽ എസ്ക്രോ ഏജന്റ് ഈ എസ്ക്രോ അക്കൗണ്ടിലുള്ള എമൗണ്ട് സെല്ലറിന് പേ ചെയ്യുന്നു. അപ്പൊ ഇതാണ് എസ്ക്രോ അക്കൗണ്ടിൽ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ബയറിനും സെല്ലറിനും ഉണ്ടാകാവുന്ന റിസ്ക്. ബയറിന് ചിലപ്പോൾ ഗുഡ്സ് കിട്ടാതിരിക്കാം എഗ്രിമെന്റിൽ ഏർപ്പെട്ടിട്ട്, ചിലപ്പോൾ സെല്ലറിനാണെങ്കിലോ ഗുഡ്സ് കൊടുത്തിട്ട് എമൗണ്ട് കിട്ടാതിരിക്കാം, ക്യാഷ് കിട്ടാതിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എസ്ക്രോ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട്, ഒരു ടെമ്പററി അക്കൗണ്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി എന്താണ് എസ്ക്രോ അക്കൗണ്ട് എന്ന് നമുക്ക് വേർഡ്സിൽ മീനിങ് നോക്കാം. The escrow account is a temporary account held by a third party, usually a bank or an escrow agent, on behalf of two parties in a transaction. നമ്മൾ ഈ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ബയറിനും സെല്ലറിനും വേണ്ടി ഒരു തേർഡ് പാർട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ടെമ്പററി അക്കൗണ്ട് ആണ് എസ്ക്രോ അക്കൗണ്ട്. പർപ്പസ് ഈസ് ടു റെഡ്യൂസ് ദ റിസ്ക് കുറയ്ക്കുക എന്നുള്ളതാണ്. ബയറിന്റെ സെല്ലറിന്റെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ എസ്ക്രോ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. This temporary account operates until a transaction is completed and all the conditions or contractual obligations between the buyer and sellers are settled. അപ്പോൾ ഈ ടെമ്പററി അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഏത് വരെ എന്നാണ് പറയുന്നത്, ഏത് ടൈം വരെ ഈ ടെമ്പററി അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. അതായത് ബയേഴ്സിനും സെല്ലേഴ്സിനും ഇടയിലുള്ള കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ മാത്രമേ ഈ ടെമ്പററി അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യൂ. ഇപ്പൊ എസ്ക്രോക്ക് വാലിഡിറ്റി ഉള്ളത് ഈ ബയറിനും സെല്ലറിനും തമ്മിലുള്ള കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് എന്ന് മീറ്റ് ചെയ്യുന്നു. അതായത് ബയറിന് ഗുഡ്സ് കിട്ടുന്നു, സെല്ലറിന് ക്യാഷ് കിട്ടുന്നു. അപ്പൊ ഇത് രണ്ടും മീറ്റ് ചെയ്താൽ മാത്രമേ ഈ ടെമ്പററി അക്കൗണ്ട് എക്സ്പയർ ആവുന്നുള്ളൂ. അതുവരെ ഈ ടെമ്പററി അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. There is no liability to pay if the conditions are not fulfilled. അപ്പോൾ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാത്തിടത്തോളം കാലം പേ ചെയ്യേണ്ട ഈ എമൗണ്ട്, എസ്ക്രോ അക്കൗണ്ടിലുള്ള എമൗണ്ട് പേ ചെയ്യേണ്ട ലയബിലിറ്റി ഉണ്ടാകുന്നില്ല. അതായത് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ, രണ്ടുപേരും തമ്മിലുള്ള കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ പേയ്മെന്റ് നടക്കുകയുള്ളൂ. ഇതാണ് എസ്ക്രോ അക്കൗണ്ട്. നിങ്ങൾക്ക് എസ്ക്രോ അക്കൗണ്ടിനെ പറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Meet you again in the next video. Thank you.